ഞാൻ AFPTയെ കുറിച്ച് നോക്കുമ്പോഴല്ലേ എനിക്ക് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് ഒരുപാട് ഞാൻ കണ്ടു. പൈസ തട്ടിയിലാണ്, വെറുതെയാണ്, നമ്മൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ അവർ തിരിച്ചു വാങ്ങിക്കും. Indian Navy, waves of power. ഇത് വിശ്വനാഥ്, കായംകുളം AFPTയിലെ സ്റ്റുഡൻ്റ് ആണ്. നേവി മെഡിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി കിട്ടിയിരിക്കുകയാണ്. മെഡിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് ജോബാണ്. വിഷ്ണുവിനെ ഈ ജോലി ലഭിക്കാനായിട്ട് AFPTയോടൊപ്പം വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും വലിയ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. ആ കുടുംബവുമായിട്ട് അതേപോലെ തന്നെ വിഷ്ണുവുമായിട്ടും കുറച്ച് നിമിഷങ്ങൾ പങ്കിടാനാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. കായംകുളം AFPTയിലെ PT ഇൻസ്ട്രക്ടറായ വേണു സാറ് വിഷ്ണുവിന് AFPTയുടെ വകയായിട്ട് ഒരു മൊമെൻ്റം നൽകി ആദരിക്കും. സാർ, വിഷ്ണുവിനെ പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട, കാരണം ഈശ്വരവിശ്വാസവും അനുസരണാശീലവും ഉള്ള ഒരു കുട്ടിയാണ് വിഷ്ണു. എനിക്ക് പണ്ട് മുതലേ ആർമഡ് ഫോഴ്സിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇരിക്കലെയാണ് ഞാൻ AFPTയുടെ പരസ്യം കാണുന്നത്. അപ്പോൾ എനിക്കത് വളരെ എൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ഇതാണെന്ന് എനിക്ക് തോന്നി. ഞാനപ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും അടുത്തുള്ളത് കായംകുളം AFPT ആണ്. ഞാനപ്പം അവിടെ വിളിച്ച് തിരക്കിയപ്പോൾ പറഞ്ഞ് ഇന്ന സമയത്ത് വന്നോളാൻ പറഞ്ഞു. അവിടെ ചെന്ന് തിരക്കിയപ്പം എല്ലാം എനിക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ഓക്കെ ആണെന്ന് എനിക്ക് കരുതി. പിന്നെ എനിക്കുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങുകളും എല്ലാം കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആദ്യം ഞാൻ ഫെയിലായി. പിന്നെ അവിടുത്തെ സാറന്മാർ എന്നോട് പറഞ്ഞു നിനക്ക് പറ്റും, നിന്നെ കൊണ്ട് പറ്റും. അങ്ങനെ എനിക്ക് മനസ്സിന് ധൈര്യം തന്ന് ഞാൻ അവിടെ നിന്ന് പിടിച്ച് നിന്ന് വളരെ സന്തോഷമുണ്ട് ഞാനിപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നതിന്. എൻ്റെ മോൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഡിഫൻസിലെ ജോലി. ഞങ്ങൾക്കും അത് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കായംകുളത്ത് അവിടെ എൻ്റെ മോനെ കൊണ്ട് ചേർക്കുകയും അവിടുത്തെ നല്ലവരായ അധ്യാപകരുടെ മിടുക്കും എൻ്റെ കുഞ്ഞിൻ്റെ മിടുക്കുകൾ കൊണ്ടും കുഞ്ഞ് നല്ല രീതിയിൽ പഠിക്കുകയും ജയിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമാണ് എൻ്റെ മോൻ ഇത് കിട്ടിയാൽ. കുഞ്ഞുനാളി മുതലുള്ള ഞങ്ങളുടെ ആഗ്രഹം, സാധാരണക്കാരായ ഞങ്ങൾക്കിത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. 17-ാമത്തെ വയസ്സിൽ കായംകുളം AFPTയിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം വിഷ്ണുവിൻ്റെ നിരന്തരം ഉള്ള കഠിനമായ പ്രയത്നത്തിലൂടെയാണ് ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത്. എൻ്റെ മോൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, അതിലുപരി എൻ്റെ ആഗ്രഹമായിരുന്നു അവന് ഡിഫൻസിലൊരു ജോലി. അത് യാഥാർത്ഥ്യമായപ്പം വിശ്വസിക്കാനൊക്കാത്ത അവസ്ഥയിലാണ് ഞാൻ. അതുപോലെ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. എനിക്കവിടെ പഠിക്കാനുള്ള എല്ലാം അവരെനിക്ക് തന്നു. അതുപോലെ തന്നെ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം നേവി മെഡിക്കൽ SSRൽ എനിക്ക് സെലക്ഷനായി നിൽക്കുന്നത്. അതിൽ ഞാൻ വളരെ അഭിമാനം കൊള്ളും. ഇത് മറ്റു കുട്ടികൾക്കും ഒരു പ്രചോദനമാണ്. നിങ്ങൾക്ക് AFPT ഒരിക്കലും ജോലി ഓഫർ അല്ല തരുന്നത്. ഞാൻ AFPTയെ കുറിച്ച് നോക്കുമ്പോഴല്ലേ എനിക്ക് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് ഒരുപാട് ഞാൻ കണ്ടു. പൈസ തട്ടിയിലാണ്, വെറുതെയാണ്, നമ്മൾ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ അവർ തിരിച്ചു വാങ്ങിക്കും എന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഞാനിപ്പോൾ ഇത് കാരണം ഞാൻ ആദ്യം ഒന്ന് പോകണോ പോകണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിന്നു. പിന്നെ ഞാൻ ഇവരെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ചപ്പോൾ പല കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് പല പല സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്കൊരു വിശ്വാസം വന്നു. ഞാൻ ആ രീതിയിൽ വീണ്ടും മുന്നോട്ട് പോയി. പിന്നെ അവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സോഷ്യൽ മീഡിയ കണ്ടതെല്ലാം ഫേക്കായിരുന്നു. അത് എങ്ങനെയാണ് എന്ന് എനിക്ക് അവിടെ ചെന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ.
അവന് ഡിഫൻസിൽ ജോലിയായി 17 വയസ്സായപ്പോൾ AFPT കൊണ്ടുവിട്ടതാണ്. കായംകുളം AFPT കൊണ്ടുവിട്ടതാണ്. ഇപ്പോൾ അവന് അതിൻ്റെ ഫലം കിട്ടി. നിങ്ങൾക്ക് ഡിഫൻസിൽ പോകാനാണ് ആഗ്രഹമെങ്കിൽ എന്തുകൊണ്ടും വളരെ നല്ലൊരു ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് AFPT. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ, എന്തുകൊണ്ട് നല്ല ട്രെയിനിങ്ങും നല്ല ക്ലാസ്സുകളും നൽകുന്ന ഒരു നല്ല സ്ഥലമാണ് AFPT. ചേട്ടന് നേവി ജോലി കിട്ടി, കായംകുളം AFPT പോയാണ്. ഞാനും +1 പഠിക്കുന്നു. +1 കഴിഞ്ഞ് AFPT പോകണമെന്നാണ് എൻ്റെയും താല്പര്യം. എനിക്കും ഡിഫൻസിലൂടെയൊക്കെ ഭയങ്കര താല്പര്യമാണ്. AFPTയിലൂടെ തന്നെ ഞാനത് നേടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ എനിക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും നല്ല ക്ലാസ്സുകളും തന്ന അവിടുത്തെ ടീച്ചർമാർക്കും എൻ്റെ സാറിനും ഞാൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു.